1 കിലോ തക്കാളി വാങ്ങാൻ ഒരു ചാക്ക് നിറയെ പണവുമായി കടയിൽ പോകേണ്ടി വരുന്ന അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? പോക്കറ്റിൽ കോടികൾ ഉണ്ടെങ്കിലും ഒരു ചായ കുടിക്കാൻ പോലും ഗതിയില്ലാത്ത കോടീശ്വരന്മാരായ പിച്ചക്കാരുടെ നാട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപം കാൽക്കീഴിൽ ഉണ്ടായിട്ടും ജനങ്ങൾ പട്ടിണി സഹിക്കാതെ മൃഗശാലയിലെ സിംഹത്തെ പോലും കൊന്നു തിന്നേണ്ടി വന്നൊരു രാജ്യം. അതാണ് വെനസ്വേല. ഈ സ്വർഗത്തെ നരകമാക്കി മാറ്റിയ ആ ബസ് ഡ്രൈവർ ഒടുവിൽ കുടുങ്ങിയിരിക്കുകയാണ്. അതെ, നിക്കോളാസ് മഡൂറോ ഇപ്പോൾ അമേരിക്കയുടെ പിടിയിലാണ്. അമേരിക്കയെ ന്യായീകരിക്കുന്നില്ല, പക്ഷേ വെനസ്വേലയ്ക്ക് ഇനി നല്ല കാലമാണ്. വെനസ്വേലയുടെ ആ ഉരുക്കു മനുഷ്യൻ എങ്ങനെ വെറും ഒരു മണ്ണുപാവയായി മാറി? സിനിമയെ വെല്ലുന്ന ആ കഥ നമുക്കൊന്ന് നോക്കാം. കഥ തുടങ്ങുന്നത് കാരക്കാസിലെ തെരുവുകളിലാണ്. നമ്മുടെ നായകൻ നിക്കോളാസ് മഡൂറോ ഒരു ബസ് ഡ്രൈവർ ആയിരുന്നു. 10ാം ക്ലാസ് പോലും കടക്കാത്ത ഒരാൾ എങ്ങനെ ഒരു രാജ്യത്തിന്റെ വിധി മാറ്റുമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഭാഗ്യം. ഹ്യൂഗോ ഷാവേസ് എന്ന വിപ്ലവകാരിയുടെ വിശ്വസ്തനായാണ് മഡൂറോയുടെ ജീവിതം മാറ്റിയത്. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പതുക്കെ വിദേശകാര്യ മന്ത്രിയായും പിന്നീട് വൈസ് പ്രസിഡന്റായും പുള്ളി പ്രൊമോഷൻ വാങ്ങി. 2013 ഷാവേസ് മരിക്കുമ്പോൾ രാജ്യം മഡൂറോയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അന്ന് മഡൂറോ പറഞ്ഞത് ഷാവേസ് ഒരു കുരുവിയായി വന്ന് തന്റെ ചെവിയിൽ ഭരണതന്ത്രങ്ങൾ ഓതിത്തരുന്നു എന്നാണ്. സത്യമാണ്. ആ കുരുവി പറഞ്ഞത് കേട്ട് ഭരിച്ചതുകൊണ്ടാകാം ഇന്ന് വെനസ്വേലയുടെ അവസ്ഥ ഈ പരുവത്തിലായത്. സോഷ്യലിസം എന്ന ഫ്രീ ലോട്ടറി മഡൂറോ നടപ്പിലാക്കിയത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക മണ്ടത്തരമായിരുന്നു. എല്ലാം ഫ്രീ എന്നതായിരുന്നു മുദ്രാവാക്യം. എണ്ണ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ജനങ്ങൾക്ക് ബിരിയാണി കൊടുത്തു. പക്ഷേ ഒരു ഫാക്ടറി പോലും തുടങ്ങാൻ സമ്മതിച്ചില്ല. ഉള്ള കമ്പനികളൊക്കെ സർക്കാർ പിടിച്ചെടുത്തു. അവിടെ സ്വന്തം പാർട്ടിയിലെ വിവരമില്ലാത്ത അണികളെ തലപ്പത്തിരുത്തി. എണ്ണവില ബാരലിന് $100 മുകളിൽ നിന്നപ്പോൾ എല്ലാവരും ആഘോഷിച്ചു. പക്ഷെ വില താഴ്ന്നതോടെ കളി മാറി. കയ്യിൽ പണമില്ലാതായപ്പോൾ മഡൂറോ ബുദ്ധിപൂർവ്വം ഒരു തീരുമാനമെടുത്തു. എങ്കിൽ പിന്നെ കുറെ നോട്ടങ്ങ് അടിച്ചേക്കാം. റിസൾട്ട് എന്താണെന്നോ? കടലാസിനേക്കാൾ വിലയില്ലാത്ത കറൻസിയായി വെനസ്വേലൻ ബൊളീവർ മാറി. ജനം പട്ടിണി കിടക്കുമ്പോഴും മഡൂറോ എങ്ങനെ അധികാരത്തിൽ കടിച്ചു തൂങ്ങി? അവിടെയാണ് കാർട്ടൽ ഡി ലോസ് സോൾസ് എന്ന പേര് വരുന്നത്. കേൾക്കുമ്പോൾ നല്ല സ്റ്റൈലുണ്ട്, പക്ഷെ സംഗതി ശുദ്ധമായ മയക്കുമരുന്ന് കച്ചവടമാണ്. അമേരിക്ക പറയുന്നത് മഡൂറോയും സംഘവും കൊക്കെയിൻ കടത്തി കോടികൾ ഉണ്ടാക്കി എന്നാണ്. ഈ പണം കൊണ്ട് പട്ടാളത്തിന് നല്ല ശമ്പളവും സുഖ സൗകര്യങ്ങളും നൽകി. സ്വന്തം ജനത തെരുവിൽ അലയുമ്പോൾ ആ ജനതയെ തല്ലാൻ പട്ടാളത്തിന് ബിരിയാണി കൊടുക്കുന്ന വിചിത്രമായ സോഷ്യലിസം. നാടകീയമായ രംഗങ്ങൾ അരങ്ങേറുന്നത് 2024 തെരഞ്ഞെടുപ്പോടെയാണ്. 70% വോട്ട് കിട്ടി പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് മഡൂറോ സ്വന്തം വിജയിയെ പ്രഖ്യാപിച്ചു. ഇത് കണ്ട് ലോകം ഞെട്ടി. അമേരിക്കയുടെ ക്ഷമ നശിച്ചു. ട്രംപ് സർക്കാർ അധികാരത്തിൽ വന്നതോടെ കളി കാര്യമായി. മഡൂറോയുടെ തലയ്ക്ക് 125 കോടി രൂപ വിലയിട്ടു. 2026 ജനുവരിയിലെ ഒരു പുലർച്ചെ ഓപ്പറേഷൻ സദേൺ സ്പിയർ എന്ന രഹസ്യ ദൗത്യത്തിലൂടെ അമേരിക്കൻ കമാൻഡോകൾ കാരക്കാസിലെ കോട്ട തകർത്തു. ഡ്രോണുകളും അത്യാധുനിക ആയുധങ്ങളുമായി വന്ന അമേരിക്കൻ സൈന്യത്തിന് മുന്നിൽ ആ ഉരുക്കുകോട്ട വെറും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. വിപ്ലവം പ്രസംഗിച്ചിരുന്ന മഡൂറോ ഒടുവിൽ കൈവിലങ്ങുമായി അമേരിക്കൻ വിമാനത്തിൽ കയറി. ഇന്ന് ന്യൂയോർക്കിലെ കോടതിയിൽ വിചാരണ നേരിടുമ്പോൾ പഴയ ബസ് ഡ്രൈവർക്ക് തന്റെ ബസ്സിലെ ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയാണ്. മഡൂറോയുടെ പതനം വെറും ഒരു ഏകാധിപതിയുടെ പതനമല്ല, അത് അതിമോഹത്തിന്റെയും സാമ്പത്തിക അറിവില്ലായ്മയുടെയും കൂടി പതനമാണ്. എന്തുതന്നെ ആയാലും ട്രംപിനെ നമുക്കിവിടെ ന്യായീകരിക്കാനാകില്ല. ആർക്കും തന്റെ പരമാധികാരം ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ കൈവിലങ്ങണിയിക്കാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്യാനോ ഉള്ള സ്വാതന്ത്ര്യം ഇവിടെയില്ല. പക്ഷേ വെനസ്വേലയെ തകർത്തെറിഞ്ഞ മഡൂറോയ്ക്ക് ഈ വിധി അർഹമാണ്.